കോഴിക്കോട് പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും പ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. കനത്ത ചൂടും വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറും പോളിംഗ് ശതമാനത്തെ ബാധിച്ചെന്നാണ് നിഗമനം. ചിലയിടങ്ങളിൽ 6 മണിക്ക് ശേഷവും ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട നിരയാണ് കണ്ടത്. സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആര്യ, കഴിഞ്ഞ തവണ കോഴിക്കോട് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 80% മുകളിലായിരുന്നു. പക്ഷേ ഇക്കുറി അതിനടുത്ത് എത്തിയിട്ടില്ല. ഇതിന് പ്രധാനമായും 2 കാര്യങ്ങളാണ് എല്ലാ സ്ഥാനാർത്ഥികളും പറയുന്നത്. ആദ്യത്തെ കാര്യം കനത്ത ചൂട്, കാലാവസ്ഥയിലുണ്ടായ മാറ്റം ഈ ബൂത്തിലേക്ക് വോട്ടർമാർ എത്തുന്നതിൽ ബാധിച്ചു എന്നാണ് പറയുന്നത്. രണ്ടാമത് കുറേ ബൂത്തുകളിൽ രാവിലെ തന്നെ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായിരുന്നു. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ വോട്ട് ചെയ്യാൻ വന്ന ബൂത്തിൽ ഉൾപ്പെടെ ഈ വോട്ടിംഗ് യന്ത്രം തകരാറിലായിരുന്നു. ഇതും ആളുകളെ വലച്ചെന്ന് പറയുന്നു. ഈ അവസാന മണിക്കൂർ, അതായത് പോളിംഗ് തീരേണ്ട അവസാന മണിക്കൂറിൽ പോലും ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായിരുന്നു. പയ്യാനക്കൽ 116 നമ്പർ ബൂത്തിൽ ഉൾപ്പെടെ ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇവിടെയൊക്കെ തന്നെ 100-ലധികം വോട്ടർമാരാണ് ആ സമയത്തുണ്ടായിരുന്നത്. മറ്റൊരു കാര്യം, 1300-ലധികം വോട്ടർമാരുള്ള ചില ബൂത്തുകളിൽ രാത്രി വൈകിയും വോട്ട് ചെയ്യേണ്ടി വന്നു. അതായത് 6 മണിക്ക് ശേഷവും ടോക്കൺ വാങ്ങി നിരവധി പേരാണ് ഈ വോട്ട് ചെയ്തത്. ഈ പോളിംഗ് ചെയ്യുന്ന സമയം കൂടുതൽ എടുത്തെന്നാണ് വോട്ടർമാർ പറയുന്നത്. ഇതും പോളിംഗ് ശതമാനം കുറയാൻ കാരണമായി റിപ്പോർട്ടാണ് കണ്ടത്.